റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. ഇതിൽ നമുക്ക് കുറച്ച് ചോളം ഇട്ടിട്ടുണ്ട്. സാധാ ചോളമാണ്. ഞാനത് ബോയിൽ ചെയ്തിട്ട് ജസ്റ്റ് ഇട്ടതാണ്. അതായത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വാട്ടിയെടുക്കാം. നമുക്ക് അപ്പുറത്ത് പാൻ വെച്ചിട്ട് ചിക്കൻ സോട്ട് ചെയ്തെടുക്കാം. അവിടെ പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് ഓയിൽ എടുക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഒരു ടേബിൾ സ്പൂൺ ഇതിന് ഒരു 3-4 ഗാർലിക്, പിന്നെ ഒരു 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് പെപ്പർ, കുറച്ച് ഉപ്പ് കൂടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. നമുക്കത് ഷാലോ ഫ്രൈ ചെയ്യാം. വെജിറ്റബിൾസ് നന്നായി നോക്കാം. അത്യാവശ്യം സോട്ടായിട്ടുണ്ട്. അല്ലാണ്ട് കുഴമ്പ് വരുവാനില്ല. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് വെക്കാം. ഇത് ഞാൻ കഴുകി വെച്ച ബസ്മതി റൈസാണ്. ഒരു 10 മിനിറ്റ് കുതിർത്തിട്ടുള്ളൂ. നല്ല ആവശ്യത്തിന് എടുത്താൽ മതി. അങ്ങനെ അളവെടുത്തിട്ട് നല്ല ഇട്ടിട്ടുണ്ട്. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ക്വാണ്ടിറ്റി നോക്കിയിട്ട് എടുത്താൽ മതി. ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ക്യാപ്സിക്കൊക്കെ ഇട്ടതാണ്. ഓൾറെഡി കുറച്ച് വെള്ളമുണ്ട്. ഇത് റൈസ് നല്ലോണം വേവിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. പറഞ്ഞുതരാൻ അറിയില്ല. ഇവിടെ അരിയിനെക്കാട്ടി 1 ഇഞ്ച് മുകളിലായിട്ട് നമ്മൾ റൈസ് വെക്കണം. സാധാരണ ഞാൻ കുക്കറിലാണ് വയ്ക്കാറ്. കുക്കറിൽ വയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അരിയുടെ പാകത്തിന് വെള്ളം നിർത്തിയാൽ മതി. നമുക്ക് ജസ്റ്റ് ഒരു വിസിലടിപ്പിക്കാം. ഇതിപ്പോൾ ചീഞ്ചട്ടി ആയിക്കാരന് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് അധികം ആവുമ്പോഴത്തേക്ക് ഇത്ര ലെവലിൽ നിർത്തുന്നുള്ളൂ. നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇവിടെ റൈസ് ഇതായിട്ടുണ്ട്. കുറച്ചും കൂടെ അടച്ച് വയ്ക്കാം. ഞാനൊരു അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കുറച്ച് ചിക്കൻ അവിടെ സെറ്റായിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ
റൈസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ തീ ഒന്ന് ഹൈ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. കുറച്ച് നേരം ആ ചൂടിൽ ഇരുന്നിട്ട് സെറ്റാവട്ടെ. ചിക്കൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കാം. റൈസ് ഇവിടെ നല്ലോണം സെറ്റായിട്ടുണ്ട്. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. നല്ല കളർഫുള്ളാണ്. അപ്പോൾ അവർ നല്ലോണം കഴിക്കുകയും ചെയ്യും. എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഉള്ളത് ആഡ് ചെയ്തെന്നുള്ളൂ. നിങ്ങളുടെ ഇപ്പോൾ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ നമുക്കത് എടുക്കാം. ചിക്കൻ ഞാൻ വളരെ കുറച്ച് ഓയിലാണ് എടുത്തത്. അത് കാരണം നല്ല ഒരു